ഹോമങ്ങൾ ഇല്ലാത്ത ക്ഷേത്രം, കൊടിമരമില്ലാത്ത മഹാക്ഷേത്രം, അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. നമസ്കാരം, ഞാൻ സനൽകുമാർ മുഹമ്മദ്. പ്രദർശന വഴിയിൽ എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലെ പ്രശസ്തമായ ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് തിരുവില്ലാമല. ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ 2 ക്ഷേത്രങ്ങളും അവയിൽ വിപരീത ദിശകളിലായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളുമാണ് ഇവിടെയുള്ളത്. പടിഞ്ഞാറ് ദർശനമായി ശ്രീരാമസ്വാമിയും കിഴക്ക് ദർശനമായി ശ്രീ ലക്ഷ്മണസ്വാമിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. 1500-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നത്. നമസ്കാരം, ഞാൻ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം മാനേജർ വിജയകുമാർ. തൃശ്ശൂർ ജില്ലയുടെ വടക്കുകിഴക്കേ അതിർത്തിയിലും പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലുമായി സ്ഥിതി ചെയ്യുന്ന തിരുവില്ലാമല ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒരേ പ്രാധാന്യത്തോടെ പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീരാമസ്വാമിയും കിഴക്ക് ഭാഗത്തായി ശ്രീകോവിലിൽ ലക്ഷ്മണസ്വാമിയും കുടികൊള്ളുന്നു. കിഴക്ക് ഭാഗത്ത് ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിയും കുടികൊള്ളുന്നു. കൂടാതെ ക്ഷേത്രത്തിൽ ഗണപതി, അയ്യപ്പൻ, ശിവൻ, പാർവതി എന്നീ ദേവതകളും ഉണ്ട്. ഈ ക്ഷേത്രം വിശ്വപ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമായി 3 ക്ഷേത്രങ്ങളിൽ നാലമ്പല തീർത്ഥയാത്ര ഒരു പാത ഒരുക്കിയിട്ടുണ്ട്. തിരുവില്ലാമല ക്ഷേത്രത്തിലെ ശ്രീരാമനെയും അനുജൻ ലക്ഷ്മണനെയും ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിയെയും ദർശിച്ച് 20 കിലോമീറ്റർ ദൂരത്തിൽ പുൽപ്പുരമന്തം എന്ന സ്ഥലത്ത് ശ്രീരാമ സോദരനായ ഭരതനും അവിടെ നിന്നും 2 കിലോമീറ്റർ മാറി കുത്തനൂർ കൽക്കുളം എന്ന സ്ഥലത്ത് ശത്രുഘ്ന ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഇത് കുഴൽമന്ദത്തിനടുത്ത് ആണ് ഈ പുൽപ്പുരമന്തം എന്ന സ്ഥലവും കൽക്കുളം എന്ന സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയോട് വളരെ അടുത്ത് കിടക്കുന്ന 2 സ്ഥലങ്ങളാണ്. തിരുവില്ലാമലയിൽ നിന്നും 1 മണിക്കൂറിനുള്ളിൽ തീർത്ഥയാത്ര പൂർത്തിയാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ ദർശനപാത ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഭക്തജനങ്ങളെയും കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനപുണ്യം നേടുവാൻ ഈ സന്നിധിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. തിരുവില്ലാമലയുടെ നാഥനായ വില്വാദ്രിനാഥ സന്നിധിയിൽ എത്തിയാൽ മനസ്സിന് ശാന്തത കൈവരുമെന്ന് കരുതപ്പെടുന്നു. ഈ മണ്ണിലെത്തി സ്വസ്ഥമായ സ്ഥലത്തിരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നവർക്ക് ശാന്തിയും സമാധാനവും കൈവരുമെന്ന് അനുഭവസ്ഥർ പറയുന്നു. സുവർണോ വായുവാഹന ധനുർവേദോ ദണ്ഡോദമൈരാഗമ അവരാജിത സർവസവോ നിയന്താ നിയമോ യമഃ സത്യവാൻ ഭക്തിക സത്യ സത്യധർമ്മപരായണ. ക്ഷേത്രത്തിലെ കൗണ്ടർ സ്റ്റാഫാണ്. എൻ്റെ പേര് ബാബു എന്നാണ്. വില്വാദ്രിനാഥൻ എന്ന് പറഞ്ഞാൽ സ്വയംഭുവാണ് ശ്രീരാമസ്വാമി.
വിഷ്ണു സങ്കല്പമാണ് രണ്ടോടത്തി. കിഴക്കേ നടക്കിൽ ലക്ഷ്മണസ്വാമി, പടിഞ്ഞാറ് നടക്കിൽ ശ്രീരാമസ്വാമിയാണ്, സ്വയംഭൂവാണ്. പിന്നെ ഹനുമാസ്വാമി, ഗണപതി, അയ്യപ്പൻ, ശിവൻ, പാർവതി ആണ്. കൊടിമരമൊന്നുമില്ലാത്ത ക്ഷേത്രം കൂടിയാണ്. അതുപോലെ ശബരിമല കഴിഞ്ഞ് 18 പടിയുള്ള ക്ഷേത്രമാണ് കയറി വരുന്ന സ്ഥലത്ത്. 12 ആലും 1.5 കിലോമീറ്റർ ചുറ്റളവാണ് അതിൻ്റെ. 3000-ലധികം പഴക്കമുണ്ടെന്നാണ് കേട്ടറിവും പറഞ്ഞറിവും. അതുപോലെ തന്നെ ഹോമങ്ങളും ഒന്നുമില്ലാത്ത ക്ഷേത്രമാണ്. ഇന്ത്യയിൽ നിന്നല്ല, വേൾഡിൽ വരെ 2 പേര് ശ്രീരാമസ്വാമി, ലക്ഷ്മണസ്വാമി ഇരിക്കുന്ന ഏക ക്ഷേത്രമാണ്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശ്രീകോവിലും അകത്ത് 2 ശ്രീകോവിലാണ്. അതുപോലെ തന്നെ ഗണപതി വിഗ്രഹം ഏറ്റവും വലിയ വിഗ്രഹമാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാമജപത്തിനോടാണ് കൂടുതൽ. പിന്നെ പുനർജനി ഗുഹയുണ്ട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായിട്ട്. ഗുരുവായൂർ ഏകാദശി ദിവസമാണ് അതിൻ്റെ തുറന്ന് പുനർജനി നോഴുന്നത്. ആണുങ്ങൾക്ക് മാത്രം കാണാം. ഫാമിലി ആണെങ്കിലും ലേഡീസാണെങ്കിലും എല്ലാവർക്കും വരാം. നോഴുന്നതിന് തലേ ദിവസം ടോക്കണൊക്കെ എടുത്ത് ആധാർ കാർഡൊക്കെ 50 വയസ്സിൻ്റെ ഉള്ളിൽ താഴെയുള്ളവർക്കാണ്. പിന്നെ ഏകാദശി ദിവസം രാവിലെ നട തുറന്ന പിറ്റേ ദിവസം ഒരു ദിവസം ഫുള്ളായി നട തുറക്കുന്ന ദിവസമാണ്. നിറമാലയാണ് കന്നിമാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ്. അങ്ങനെയൊക്കെ തന്നെ കർക്കിടകത്തിൽ 31 ദിവസം അന്നദാനം, ചുറ്റുവിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളീയ വാസ്തുവിദ്യയിലുള്ള ശ്രീകോവിലുകളുടെ നിർമ്മാണം 8-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ നടന്നതായി കരുതപ്പെടുന്നു. പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നും ത്രേതായുഗത്തിൽ അമരകൻ എന്ന മഹർഷിക്ക് ശ്രീ മഹാവിഷ്ണു ദർശനം നൽകിയ സ്ഥലമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 5 അടി ഉയരമുള്ള ശ്രീരാമ വിഗ്രഹം അതീവ ദിവ്യശക്തിയുള്ളതും പാതാളാഞ്ജന ശിലയിലുള്ള ചതുർബാഹുവായ വിഷ്ണുരൂപമാണെങ്കിലും ശ്രീരാമനായി ആരാധിക്കപ്പെടുന്നു. ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ സാധാരണ കണ്ടുവരാറുള്ള നമസ്കാര മണ്ഡപം ഈ 2 ശ്രീകോവിലുകൾക്കും ഇല്ല എന്നതും പ്രത്യേകതയാണ്. കിഴക്കേ നടയിലെ ലക്ഷ്മണസ്വാമിക്ക് സമീപത്തായി ആഞ്ജനേയസ്വാമിയും പ്രാർത്ഥനകളോടെ കുടിയിരിക്കുന്നു. ക്ഷേത്രത്തിന് തെക്കുവശത്തായി കുത്തനെയുള്ള പടികൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ശാസ്താക്ഷേത്രവുമുണ്ട്. ഇവിടെ ശ്രീധർമ്മശാസ്താവ് ഭഗവാൻ ശ്രീപരമേശ്വരനോടും ശ്രീപാർവതീദേവിയോടും ഒപ്പം വാണരുളുന്നു. ക്ഷേത്രം രാവിലെ 5 മണിക്ക് ദർശനത്തിനായി തുറക്കും. സാധാരണ ദിവസങ്ങളിൽ 11 മണി വരെയും വ്യാഴം, ശനി, ഞായർ മറ്റ് അവധി ദിവസങ്ങളിൽ 11:30 വരെയുമാണ് പ്രവർത്തന സമയം. കർക്കിടക മാസത്തിൽ 12 മണിയും 12:30യുമാണ് സമയക്രമം. വൈകിട്ട് 4:30 മണിക്ക് കർക്കിടക മാസത്തിൽ 4:30 മണിക്ക് തുറന്ന് 8 മണി വരെ ദർശനമുണ്ടായിരിക്കും. സാധാരണ ദിവസങ്ങളിൽ 5 മണി മുതൽ 8 മണി വരെയാണ് ക്ഷേത്രം ദർശനത്തിനായി തുറന്നിരിക്കുക. പടിഞ്ഞാറേ നടയിലായി ശ്രീ ഗുരുവായൂരപ്പ സങ്കല്പത്തിൽ പ്രതിഷ്ഠയുമുണ്ട്. ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന നമ്മുടെ പൂർവികർ അപൂർവങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അവയിലൂടെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ശാന്തിയും സമാധാനവും കൈവരട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിങ്ങളുടെ സനൽകുമാർ മുഹമ്മദ്. നന്ദി, നമസ്കാരം.